ഗസയുടെ ഇരുണ്ട രാത്രികൾ വീണ്ടും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധത്തിൻ്റെ തീപ്പൊരി മുഴുവൻ നഗരത്തെയും വിഴുങ്ങിക്കൊണ്ടിരിക്കെ ജീവന്റെ അവസാനത്തെ ആശ്രയമായി മാത്രമായിട്ടുള്ള ആശുപത്രികൾക്കും ഇനി സുരക്ഷയില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത്. ഗസയിലെ ഏറ്റവും വലിയ ചികിത്സാ കേന്ദ്രമായ അൽ ഷിഫ, അൽ അഹ്ലി, അൽ റാൻസി ആശുപത്രികളുടെ ചുറ്റുപാടുകളെ തന്നെ ഇസ്രായേൽ സേന ലക്ഷ്യമാക്കി ആക്രമിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയുടെ തരംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. രോഗശാന്തിക്കായി ആശുപത്രിയിൽ എത്തപ്പെട്ടവരും തൻ്റെ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെച്ച് ജീവൻ നിലനിർത്താൻ ശ്രമിച്ച മാതാപിതാക്കളും ഡയാലിസിസിന് വിധേയരായിരുന്ന കുട്ടികളും എല്ലാം ഒരുപോലെ മരണത്തിൻ്റെ അരികിലേക്കാണ് തള്ളിക്കൊണ്ടുപോയത്. അൽ ഷിഫ ആശുപത്രിയുടെ പ്രവേശന കവാടത്തിന് സമീപം നടന്ന മിസൈൽ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ചുറ്റും പടർന്ന രക്തത്തളങ്കങ്ങളും നിലവിളികളുമായി കാഴ്ച മനുഷ്യന് കാണാനാവാത്ത വിധം ഭീകരമായിരുന്നു. അതേസമയം അൽ അഹ്ലി ആശുപത്രിക്ക് സമീപം നടന്ന ആക്രമണത്തിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. മുറിവേറ്റവരിൽ പലരും ജീവൻ മരണം തമ്മിൽ പിടഞ്ഞു കിടക്കുകയാണ്. അൽ റാൻസി ആശുപത്രിയുടെ പരിസരത്തേക്ക് വന്ന ബോംബാക്രമണം കുട്ടികളിൽ ഭീതി പരത്തിയിട്ടുണ്ടായിരുന്നു. ചികിത്സയ്ക്കായി എത്തിയ കുഞ്ഞുങ്ങളുടെ ഇൻക്യുബേറ്ററുകൾ പോലും നിലംപൊത്തിയിട്ടുണ്ടായിരുന്നു. ജീവന നിരന്തരതയ്ക്ക് വേണ്ടി ശ്വാസം പിടിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ ലോകത്തെ മനസാക്ഷിയെ തന്നെ നടുങ്ങിച്ചിരിക്കുകയാണ്. ഹമാസ് ഇതിനെ യുദ്ധക്കുറ്റമെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ വാക്കുകളിൽ ഗസയിൽ നടക്കുന്നത് ഒരു സാധാരണ സംഘർഷമല്ല, അതൊരു പദ്ധതി പ്രകാരമുള്ള വംശഹത്യയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ ഗാസയിലെ സംഭവങ്ങളെക്കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പോലും ഇതേ കാര്യമാണ് മുന്നറിയിപ്പ് പറഞ്ഞത്. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് വെറും ഒരു ദിവസം പിന്നിടുന്നതിനിടെയാണ് ആശുപത്രികളെ വരെ ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസ് ലോക സമൂഹത്തോട് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഗസയിൽ നിന്നുള്ള വാർത്തകൾ ലോകമെമ്പാടുമുള്ള ആളുകളുടെ മനസാക്ഷിയെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടന്റെ മിഡിൽ ഈസ്റ്റ് മന്ത്രി ഹാഷ്മിൽ ഫൽക്കോൺ വളരെ വ്യക്തമായ വാക്കുകളിലായിരുന്നു തന്റെ ആശങ്ക പങ്കുവച്ചത്. ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങളും ജീവൻ നിലനിർത്താൻ ഡയാലിസിസിന് വിധേയരാകുന്ന കുട്ടികളും ആക്രമണത്തിന് ഇരയാകരുത് എന്നത് മനുഷ്യാവകാശത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. എന്നാൽ ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇത് അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ നിരാകരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ആശുപത്രികളിൽ നിന്നുള്ള രക്ഷപ്പെടലിൻ്റെ ചിത്രങ്ങളും ലോകത്തിനു മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം 40 രോഗികൾക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനായി പലായനം ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇനിയും 40 പേരോളം ആളുകൾ ആശുപത്രിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഓക്സിജനും മരുന്നുമില്ലാതെ അവർ ജീവനോക്കം പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണുള്ളത്. കുഞ്ഞുങ്ങളെ ചുമന്ന് കരഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്ന അമ്മമാരുടെ ചിത്രങ്ങളും മുറിവേറ്റവരെ സ്ട്രെച്ചറിലിട്ട് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കുന്ന ദൃശ്യങ്ങളും തകർന്ന ഇൻക്യുബേറ്ററുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുയരുന്ന കരച്ചിലുകളും ലോകത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഒരു ദിവസം മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 83 ആയിരിക്കുകയാണ്. അതിൽ 63 പേരും ജീവൻ നഷ്ടപ്പെട്ടത് ഗാസ സിറ്റിയിലാണ്. അവിടെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമായിരുന്നു ഉണ്ടായിരുന്നത്. പൊടിപടലങ്ങളുടെയും ഇരുട്ടിൻ്റെയും മൃതദേഹങ്ങൾ തേടി നടക്കുന്ന രക്ഷാപ്രവർത്തകരുടെ ശബ്ദങ്ങളും ആരെയെങ്കിലും രക്ഷിക്കാനാവുമോ എന്ന കരച്ചിലുകളും ഒരിക്കൽ ജീവസാന്നിധ്യം പറഞ്ഞിരുന്ന നഗരത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. അതേസമയം ആക്രമണത്തിൻ്റെ നടുവിൽ ഗസയിലെ ജനങ്ങൾ തമ്മിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് പുറത്തുള്ള ലോകവുമായി ബന്ധപ്പെടാനാകാത്തൊരവസ്ഥയിലേക്ക് മാറി. ആരാണ് മരിച്ചതെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കുടുംബങ്ങൾ വീണിരിക്കുകയാണ്. കരയുദ്ധത്തിന്റെ ഭാഗമായി ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തുവെന്ന് IDF പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായ സമാധാന സാധ്യത പോലും നിലംപൊത്തിയിരിക്കുകയാണ്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമാണ്. ഗാസയിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി നിരന്തരം ഉപരോധത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും കീഴിൽ ജീവിച്ചു വരികയാണ്. ലോകത്തിൻ്റെ ഏറ്റവും ജനസാന്ദ്രമായ ഈ ചെറിയ തീരപ്രദേശത്ത് ജീവിക്കുന്ന 23 ലക്ഷത്തോളം ജനങ്ങൾ ശ്വാസം വിയർപ്പാക്കാനുള്ള സ്ഥലം പോലും കിട്ടിയിട്ടില്ല. തൊഴിലില്ലായ്മ, ഭക്ഷണക്കുറവ്, മരുന്നില്ലായ്മ, കുടുംബത്തിൻ്റെ പോരാട്ടം എല്ലാം അവരുടെ ദിനചര്യയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആശുപത്രികൾ മാത്രമാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ. എന്നാൽ ആ ആശുപത്രികളും ആക്രമണത്തിൻ്റെ ഭാഗമായി ലക്ഷ്യമാക്കിയപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ മരണത്തിന് പുറമെ മറ്റൊന്നും ശേഷിക്കപ്പെട്ടിട്ടില്ല. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ ഗസയിലെ ആക്രമണത്തെ തുറന്നു കാട്ടിയിട്ടുണ്ട്. അൽ ജസീറ, BBC, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആക്രമണങ്ങളുടെ ചിത്രങ്ങളും സാക്ഷികളുടെ മൊഴികളും പുറത്തുവിട്ടിരിക്കുകയാണ്. അവ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു യുദ്ധമല്ല, അതൊരു മനുഷ്യാവകാശത്തിൻ്റെ നിരാകരണ ലംഘനം കൂടിയാണ്.